കേരളത്തിലെ ചരിത്ര ഗവേഷണ രംഗത്തെ അവസാന വാക്കാണ് അന്തരിച്ച ചരിത്രകാരൻ MGS നാരായണൻ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ അനുസ്മരിച്ചു. നിർഭയനായ ചരിത്രകാരനായിരുന്നു MGS നാരായണൻ എന്നും അദ്ദേഹത്തിന്റെ വിവേകവും സംഭാവനയും എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP വ്യക്തമാക്കി. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖരാണ് MGSന്റെ മൃതദേഹം കാണാനായി കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലേക്ക് എത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിനും പാണ്ഡിത്യത്തിനും MGS നൽകിയ സംഭാവന മാതൃകാപരമാണെന്ന് പ്രിയങ്ക ഗാന്ധി അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കി. വിമർശനങ്ങൾക്കിടയിലും യാഥാർത്ഥ്യത്തോടൊപ്പം നിന്ന ചരിത്രകാരനാണ് MGS എന്ന വനമന്ത്രി AK ശശീന്ദ്രൻ അനുസ്മരിച്ചു. തന്നെ പ്രശംസിക്കുന്നുണ്ടോ വിമർശിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന അതീവ സൂക്ഷ്മതയോടുകൂടിയ നടപടികളാണ്, നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇനി ആ ശ്രേണിയിൽ നിർത്താവുന്ന ഒരു ചരിത്ര ഗവേഷകൻ കേരളത്തിലുണ്ടോ എന്ന കാര്യം സംശയമാണ്. ചരിത്രകാരൻ എന്നതിനപ്പുറം സാഹിത്യത്തിലും വലിയ അഭിരുചിയുണ്ടായിരുന്ന MGS ചിത്രകലയെ ആഴത്തിൽ സ്നേഹിച്ച വ്യക്തിയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരിച്ചു. അദ്ദേഹമായിട്ട് മനസ്സ് പങ്കുവെക്കാൻ പറഞ്ഞാൽ അതൊരു വിജ്ഞാന പാരാവാരത്തിൽ നിന്ന് ഒരു കൈക്കുടമയിൽ വെള്ളമെടുക്കുന്ന ഒരു പ്രതീതിയായിട്ട് എനിക്ക് തോന്നാറ്. അത്രയും വലിയ വിജ്ഞാനത്തിന്റെ ഒരു മഹാസാഗരമായിരുന്നു. സത്യത്തിന്റെ അംശം തെല്ലും ചോർന്നു പോകാതെ ചരിത്രത്തെ ജനമധ്യേ അവതരിപ്പിച്ച ചരിത്രകാരനാണ് MGS എന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. സത്യത്തെ സത്യമായി കണ്ടുകൊണ്ട് തന്നെ ചരിത്രത്തെ സമൂഹ മധ്യേ ജനമധ്യേ അവതരിപ്പിച്ച, ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രമാത്രം മഹത്തായ സംഭാവനകളുള്ള അദ്ദേഹത്തിന്റെ വേർപാട് വലിയൊരു നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച ചരിത്രകാരനാണ് MGS എന്ന് ചരിത്രകാരൻ KK മുഹമ്മദ് വ്യക്തമാക്കി. അത്തരം ധീരമായ നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏക ചരിത്രകാരനാണ് അദ്ദേഹമെന്നും KK മുഹമ്മദ് അനുസ്മരിച്ചു. വളരെ സ്വതന്ത്രമായി പലപ്പോഴും പഴി കേൾക്കുന്ന രൂപത്തിൽ സംസാരിച്ച, അതിനുവേണ്ടി നിലകൊണ്ട ഇന്ത്യയിലെ തന്നെ ഏക ചരിത്രകാരനാണ് MGS സാറ്. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ പലപ്പോഴും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. ചരിത്ര വിഷയങ്ങളിലെ അവസാന വാക്കായിരുന്നു MGS എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹം സത്യസന്ധമായി ചരിത്രത്തെ വിലയിരുത്തിയെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. തെന്നിന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു നല്ലൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഈ പെരുമാൾ രാജാക്കന്മാരുടെ ആ ഒരു പിന്മുറ, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചരിത്രത്തിൻ്റെ വിലയിരുത്തൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മലബാർ സമരത്തെക്കുറിച്ചും സത്യസന്ധമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾ നമുക്ക് കാണുവാൻ കഴിയുക. ഇടത് ചരിത്രകാരന്മാരുടെ ചരിത്രവിരുദ്ധതയെ MGS നിർഭയം പ്രതിരോധിച്ചിരുന്നെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ഒരു ഫിയർലെസ് എഫേർട്ട്, കമ്മ്യൂണിസ്റ്റിൻ്റെ റിവിഷനിസ്റ്റ് ഹിസ്റ്ററി, ഈ ഹിസ്റ്ററി മാറ്റാൻ, അതിൻ്റെ എതിരെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ട് ബേസ്ഡ് ഫിയർലെസ് റെസ്പോൺസ് അന്നും ഇന്നും നാളെ ഒരു ഇൻസ്പിറേഷണൽ കാര്യമാണ്. പൊതുവിഷയങ്ങളിൽ ഇടപെട്ട MGSന്റെ വിയോഗം ചരിത്രപരമായ നഷ്ടമാണെന്ന് മുൻ മന്ത്രി കൂടിയായ ഡോക്ടർ MK മുനീർ MLA പറഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോഡികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ അദ്ദേഹം ഒരു കോഴിക്കോടുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് കോഴിക്കോടിൻ്റെ ചരിത്രം തന്നെയായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഒരു കോഴിക്കോടിൻ്റെ ചരിത്രകാരൻ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. MGSന്റെ വിയോഗം തീരാ നഷ്ടമെന്നും വിനയാന്യുതനായ ചരിത്രകാരനായിരുന്നു അദ്ദേഹമെന്നും KK രമ MLA പറഞ്ഞു. വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു MGS. വ്യക്തിപരമായി വളരെ അടുപ്പം MGSുമായിട്ടുണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫോൺ വിളിയും മറ്റും ഉണ്ടാവാറുണ്ടായിരുന്നു. ഏതായാലും വലിയൊരു നഷ്ടമാണ് ചരിത്രത്തിന്. ചരിത്രത്തെ വളച്ചൊഴിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിത്വമാണ് MGS എന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വ്യക്തമാക്കി. ദേശീയ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച്, ലോകത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിരുന്നു MGSന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കോഴിക്കോട് മേയർ M ബീന ഫിലിപ്പ്, KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ തുടങ്ങി നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.